മാഷേ നമസ്കാരം. പി ബാലചന്ദ്രന്റെ ഒരു പരാമർശം, ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായി. തൃശ്ശൂർ MLA. അതെ, തൃശ്ശൂർ MLA രാമായണത്തിനെയും രാമനെയും ഒക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റായിരുന്നു. അത് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു, അത് പിൻവലിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു ശീലമാണ്. പണ്ട് മുതലേ ഹിന്ദു ദേവന്മാരെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മതവുമായി ബന്ധപ്പെട്ടിട്ട് വിമർശനം നടത്താനൊന്നും ആർക്കും ഒരു ഭയവും ഇല്ല. പക്ഷെ നേരെ മറിച്ച് അത് ഇസ്ലാമിലേക്കോ ക്രിസ്ത്യാനിറ്റിയിലേക്കോ വരികയാണെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കും, ഒന്ന് ഭയപ്പെടും. ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഇപ്പോൾ ഈ ബാലേട്ടൻ്റെ കേസിൽ എനിക്ക് പരിചയമുള്ളൊരു നല്ല മനുഷ്യനാണ് വ്യക്തിപരമായിട്ട്. പക്ഷേ എന്താ പറ്റുന്നത് വെച്ചാൽ, ഒന്ന് അദ്ദേഹം വളരെ നേരത്തെ ചെയ്തൊരു പോസ്റ്റാണത്. രണ്ടാമത്തെ കാര്യം സറ്റയറാണ്. 3, അത് ആദ്യം ചെയ്ത കാലത്ത് അദ്ദേഹം MLA അല്ല. അപ്പോൾ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകൻ, നന്നായി വായിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, കാലം എന്ന് പറയുന്നൊരു ഘടകം, നേരത്തെ ഗൗതം പറഞ്ഞു, വളരെ പ്രധാനമാണ് കാലം. മാത്രമല്ല ഒരാൾ ഇരിക്കുന്ന പദവിയും പ്രധാനമാണ്. പഴയ പി ബാലേട്ടനായിരുന്നെങ്കിൽ ആളുകൾ ഇത് അത്ര അവഗണിക്കാമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ജനപ്രതിനിധിയാണല്ലോ. ഒരു കാര്യം വളരെ ശരിയാണ്. ഇസ്ലാം വളരെ നേരത്തെ ഒരു ആസ് എ കമ്മ്യൂണിറ്റി മതവിമർശനം വരുമ്പോൾ വയലൻ്റ് ആവുകയും അഗ്രസീവ് ആവുകയൊക്കെ ചെയ്യുന്ന രീതി കുറച്ച് നേരത്തെ ഇസ്ലാമിൽ വന്നിട്ടുണ്ട്. അതും അനാദിയാണെന്നും പറയാൻ വയ്യ. ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല കാലം എന്നൊക്കെ പറയാൻ എനിക്ക് തോന്നുന്നു, ഇസ്ലാമിൻ്റെ സുവർണ്ണകാലം എന്നൊക്കെ പറയാൻ ഞങ്ങൾ ചരിത്ര വിദ്യാർത്ഥികൾ പറയും. യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത്, ഒരു ടിപ്പിക്കൽ ഇസ്ലാമിക് മാതൃക എന്ന് പറയുന്നത് മദീനയിൽ പ്രവാചകൻ 7-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന 10 കൊല്ലമാണ്. ആ 10 കൊല്ലത്തിൽ മനോഹരമായ മാതൃകകളുണ്ട്, മാനവികമായ മാതൃക. പ്രവാചകൻ്റെ സദസ്സിലേക്ക് അത്യന്തം ആക്ഷേപകരമായി ഇസ്ലാമിനെയും പ്രവാചകനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് കവിത ചൊല്ലി കടന്നു വന്ന ശത്രു, അക്കാലത്തെ ഇസ്ലാം അല്ലാത്ത ഖുറൈശികളുടെ കൂട്ടത്തിലെ ശത്രു കവികൾ വന്നിരുന്നു. പ്രവാചകൻ ബാക്കിയുള്ളവരൊക്കെ രോഷം കൊണ്ടപ്പോഴും, കൂടെയുള്ള അനുയായികളൊക്കെ രോഷം കൊണ്ടപ്പോഴും, അവനെ ആരടാവൻ, കൊല്ലടാവനെ, പിടിയടാവനെ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴും പ്രവാചകൻ അവരോടൊക്കെ പതുക്കെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവനോട് ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. തനിക്കെതിരായ കവിത, അതാണ് ഈ സഹനം അല്ലെങ്കിൽ സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത്, ആസ്വാദനം എന്നൊക്കെ പറയുന്നത്. നല്ല കവിതയാണ്, പക്ഷേ ഇദ്ദേഹത്തിനെതിരാണ്, കേട്ടുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തോട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ഈ ലബീദ് വന്ന കവിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അത് ഇരുന്നിട്ട് പതുക്കെ ഇടത്തോട്ട്, അതുവരെ രോഷം കൊണ്ട് ആർക്കും പിന്നെ മിണ്ടാട്ടില്ല. പ്രവാചകൻ അവന് അനുവാദം കൊടുത്താണല്ലോ. അപ്പോൾ തിരിച്ചു ചോദിച്ചു, വെറുതെ ഇരിക്കാനല്ല, എവിടെ ഇസ്ലാമിൻ്റെ കവി? ഇത്രയും നേരം നമുക്കെതിരായ കവിത താൻ കേട്ടില്ലേ, ഇനി നമുക്കുള്ള കവിത, അതിന് മറുപടി കവിത വരട്ടെ. കവിതയ്ക്ക് കവിതയാണ് മറുപടി, വാക്കിന് വാക്കാണ് മറുപടി, പ്രഭാഷണത്തിന് പ്രഭാഷണമാണ്, പുസ്തകത്തിന് പുസ്തകമാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ ഒറിജിനൽ സംസ്കാരം, അതാണ്. പക്ഷേ ഇടയ്ക്ക് എവിടെയോ വെച്ച് ഇതൊക്കെ ഈ പ്രവാചകൻ്റെ കാലത്തിന് ശേഷം തന്നെ വലിയ തോതിൽ ഇത് അതിൻ്റെ ആദിമ മൂല്യങ്ങളിൽ നിന്ന്, അതിൻ്റെ വിശുദ്ധ മൂല്യങ്ങളിൽ നിന്ന് പോയി ഇസ്ലാം പല ഭാഗത്തും. ഇവിടെ മാത്രമല്ല, പ്രവാചകൻ്റെ നാട്ടിൽ തന്നെ പോയി. പ്രവാചകൻ്റെ മരണത്തെ തുടർന്ന് വംശീയമായ തർക്കങ്ങൾ നടന്നതിൻ്റെ പേരിൽ പ്രവാചകൻ്റെ മരണം നടന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി, പ്രവാചകൻ്റെ മൃതദേഹം മറവ് ചെയ്യാൻ 3 ദിവസം വൈകി. പിന്നെ സ്വന്തം അനുയായികൾ, മോളൊരു ഭാഗത്തും ഭാര്യ ഒരു ഭാഗത്തും എന്ന് പറയുന്നത് പോലെ, മോളും മരുമോനുമാണ് അലി, ഫാത്തിമയും അലിയും. അവരൊരു ഭാഗത്ത്, അപ്പുറത്ത് ആയിഷ ബീവി എന്ന് പറയുന്ന ഭാര്യ ഒരു ഭാഗത്ത്. അവർ തമ്മിൽ യുദ്ധമുണ്ടായി. 15,000 പേര് കൊല്ലപ്പെട്ട ജമൽ യുദ്ധം എന്ന് പറഞ്ഞാൽ വംശീയത ഇല്ലാതാക്കാൻ പ്രവാചകൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വംശീയത ഉണ്ടായി വന്നു. അക്കൂട്ടത്തിൽ ഉണ്ടായി വന്ന ഒരു പ്രധാനപ്പെട്ട അപകടമാണ് മദീനയിലെ പള്ളിയിൽ, മുസൽമാൻ്റെ പള്ളിയിൽ ഒരു ചർച്ചയ്ക്ക് വന്ന ക്രിസ്ത്യാനികളുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥിക്കണം തോന്നിയപ്പോൾ, നിങ്ങൾ എന്തിനു പ്രാർത്ഥിക്കാൻ വേവലാതിപ്പെടുന്നു, ഇത് നിങ്ങളുടെ കൂടി ദേവാലയമാണ്, നിങ്ങൾക്കിവിടെ പ്രാർത്ഥിക്കാമല്ലോ എന്ന് പറഞ്ഞ പ്രവാചകനാണ്. അന്ന് ഈ അസഹിഷ്ണുത ഉണ്ടായിരുന്നില്ല അന്ന്. പക്ഷേ അതിൻ്റെ തൊട്ട് ഉടനെ തന്നെ ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വന്ന് ഇസ്ലാമിക് റൂളേഴ്സ് പലതരത്തിൽ വലിയ തോതിൽ അസഹിഷ്ണുക്കളായി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ അസഹിഷ്ണുത കൊണ്ട് മാത്രം ലോകത്ത് എഴുതി തെളിഞ്ഞ എഴുത്തുകാരുണ്ട്. അതിലൊരാളാണ് സൽമാൻ റുഷ്ദി. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഗൗതം എപ്പോഴെങ്കിലും സാത്താനിക് വേഴ്സസ് ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ വായിച്ചിട്ടുള്ള കൂട്ടത്തിൽ അറുബോറൻ പുസ്തകമാണ്. ഒരു പുസ്തകം എന്ന നിലയിൽ സാഹിത്യ മൂല്യം കൊണ്ട് ലോക സാഹിത്യത്തിൽ നിൽക്കുന്ന ഒരു പുസ്തകമല്ല. മിഡ് നൈറ്റ് ചിൽഡ്രനും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ സ്ഥിതി. ഞാൻ രണ്ടോ മൂന്നെണ്ണേ വായിച്ചിട്ടുള്ളൂ. മുഴുവൻ വായിച്ചിട്ട് ഇതിനേക്കാൾ മുന്തിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതുന്നുണ്ടെന്ന് പറയുന്നവർ പറയട്ടെ. എന്തായാലും സാത്താനിക് വേഴ്സസ് മികച്ച പുസ്തകമല്ല. ആ പുസ്തകത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം കോടീശ്വരനായത്. ആ പുസ്തകത്തിൻ്റെ പേരിലാണ് ലോകം മുഴുവൻ ഇദ്ദേഹം അറിയപ്പെട്ടത്.
എന്താ കാര്യം? ആയത്തുള്ള ഖുമൈനി അദ്ദേഹത്തിനെതിരെ വധഭീഷണി മുഴക്കി, കൊല്ലും, ഫത്വ പുറപ്പെടുവിച്ചു, ഇദ്ദേഹത്തെ കൊല്ലണം, പ്രവാചകനെയും കുടുംബത്തെ ആക്ഷേപിച്ചു. പ്രവാചകനെ വിശ്വസിക്കാനും വിശ്വസിക്കുന്നവർക്ക് അദ്ദേഹത്തെ ആദരിക്കാനും അവകാശമുള്ളതുപോലെ തന്നെ പ്രവാചകനെ വിമർശിക്കാനും അവകാശമില്ലേ മനുഷ്യർക്ക്? ഏത് വിശ്വാസത്തെ വിമർശിച്ചൂടെ? ദൈവങ്ങളെ വിമർശിക്കാമെങ്കിൽ പ്രവാചകന്മാരെ വിമർശിച്ചൂടെ? പ്രവാചകനെ വിമർശിച്ചതിന്റെ പേരിൽ പല ആളുകളും കൊല ചെയ്യപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു. അതാ ഞാൻ പറയുന്നത്, ഇതുണ്ടായിരുന്നില്ല. ഇതും ഇസ്ലാമിൻ്റെ, നമ്മളിപ്പോൾ ഇവിടെ ചരിത്രത്തിലുണ്ടാകുന്ന, ചരിത്രത്തിൻ്റെ ഗതിയിൽ ഇടക്കാലത്ത് വന്നു കയറിയ ഈ സംഭവങ്ങളെ ഒന്നും ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെ വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. ഇത് തന്നെയാണ് ഇസ്ലാമിന്. ഇപ്പോൾ ഇസ്ലാമിന് സത്യത്തിൽ എന്താ ഇപ്പോൾ എല്ലാവരോടും ഇങ്ങനെ കാണിച്ചാൽ മതി. ഇതേ സമീപനം പലപ്പോഴും നമ്മൾ അവഗണിച്ചാൽ, നമുക്ക് ഒട്ടും യോജിപ്പില്ലാത്തൊരാശയത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പണിഷ്മെൻ്റ് എന്താണെന്നറിയോ? അങ്ങനെ ഒരു ആശയം ഭൂമിയിൽ പിറന്നിട്ടില്ല എന്ന് വിചാരിക്കുക. എന്നുവെച്ചാൽ അവഗണിക്കുക എന്ന് പറയുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റാണ്. അത് ചെയ്യാവുന്ന ഒന്നാണ്. രണ്ടാമത്തെ രണ്ടാമത്തെ മാർഗം, നീ എന്നെ രൂക്ഷമായിട്ട് വിമർശിച്ചാൽ നിൻ്റെ വിമർശനം മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നീ ശാന്തനായിത്തീരും. കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് പതുക്കെ പറഞ്ഞു തുടങ്ങുക ആണ് രണ്ടാമത്തെ വഴി. അതേ മാർഗത്തിൽ നീ കവിതയാണ് ആലപിക്കുന്നെങ്കിൽ ഞാൻ കവിത ചൊല്ലണം, നീ പ്രഭാഷണമാണെങ്കിൽ ഞാൻ പ്രഭാഷണം, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാർഗ്ഗമാണ് ഇസ്ലാമിൻ്റെയും മാർഗ്ഗം എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ഇടക്കാലത്ത് കാണുന്ന ഉദാഹരണങ്ങളൊന്നും അങ്ങനെയല്ല. സത്യമാണ്. വലിയ പ്രകോപനം ഉണ്ടാക്കുക, പ്രവാചകൻ്റെ ഒരു കാർട്ടൂൺ ആരെങ്കിലും വരച്ചാൽ, കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ തന്നെ അത് പരിഹാസമാണ്. ഫ്രാൻസിലെ കാർട്ടൂണായിരുന്നു. ആ കാർട്ടൂണിൻ്റെ പരമ്പര അവിടെ വലിയ തോതിൽ അക്രമങ്ങളുണ്ടായി. കർണാടകയിൽ മുമ്പ് മുഹമ്മദ് ദ ഇഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കർണാടക പത്രത്തിൽ, എനിക്ക് തോന്നുന്നു ഡെക്കാൻ ക്രോണിക്കിളോ ഏതോ ഒരു പത്രത്തിൽ ഒരു കഥ വന്നതിൻ്റെ പേരിൽ, ഇത് കഥയാണ്, ഭാവനയാണ്. പ്രവാചകൻ്റെ കാലത്ത് തന്നെയും അതിന് ശേഷമൊക്കെ തന്നെ ലോക സാഹിത്യത്തിൽ, അറബ് സാഹിത്യത്തിൽ തന്നെ ധാരാളം വിമർശനങ്ങളും പ്രവാചക വിമർശനങ്ങളും മതവിമർശനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അന്നൊന്നും ആരും അസഹിഷ്ണുക്കളായിരുന്നില്ല. ഇപ്പോൾ പറയുന്നത് വളരെ ശരിയാണ്. ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇപ്പോൾ 20-ാം നൂറ്റാണ്ട് തൊട്ട്, 20-ാം നൂറ്റാണ്ടിൽ അതിനപ്പുറം പുറകോട്ട് പോയാൽ ഒരു ഉദാഹരണം നിങ്ങൾ കാണില്ല. പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ, അതിന് മുമ്പുണ്ടായിരുന്ന മാതൃകകളൊക്കെ ഭരണകൂടങ്ങൾ ഇത്തരം വിമർശനങ്ങളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഉദാഹരണത്തിന് മൻസൂർ ഹല്ലാജ് അനൽ ഹക്ക് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭരണകൂടത്തിന് ഈ ശല്യം ഒഴിവാക്കാനുള്ള വഴി ഭരണകൂടം ഉപയോഗിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഔറംഗസീബ് അദ്ദേഹത്തിൻ്റെ ചേട്ടനെ ദാരാ ഷുക്കോ എന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ അനൽ ഹക്കിൻ്റെ മീനിങ് എന്തായിരുന്നു? അഹം ബ്രഹ്മാസ്മി, ഞാനാണ് സത്യം. ഇത് ആദിശങ്കരൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അതേ വാക്യം, അതേ ആശയം, അതേ ദർശനം അറബിയിൽ വിളിച്ചു പറഞ്ഞ ആളാണ്. പേർഷ്യയിലുണ്ട്, ഇറാഖിലുണ്ടായിരുന്ന ഇദ്ദേഹം എന്നുവെച്ചാൽ മൻസൂർ ഹല്ലാജ്. അദ്ദേഹത്തെ വളരെ നിഷ്ഠൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അത് ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങളായിരുന്നു. ഒരു മാസ് റാങ്ക് ആൻഡ് ഫയൽ ഇളകി മറിഞ്ഞിട്ട് വികാരം കൊണ്ട് കലാപം കൂട്ടിയിട്ട് കൊല്ലണം എന്ന് പറഞ്ഞ് ആർത്തി വിളിച്ച് വന്നതല്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഔറംഗസീബിന് നേരത്തെ രാജാവാകണം. നേരത്തെ രാജാവാകാനുള്ള വഴി എന്താ? അച്ഛൻ മരിച്ചിട്ടല്ലേ രാജാവാകാൻ പാടുള്ളൂ. അപ്പോൾ ഷാജഹാനെ പിടിച്ച് ആഗ്ര കോട്ടയിൽ തടവിലിട്ടു. അപ്പോൾ അച്ഛൻ്റെ കാലത്ത് തന്നെ ഭരണം ഏൽക്കാൻ പറ്റി. പിന്നെ ഉള്ളത് എന്താ? അച്ഛനല്ലെങ്കിൽ പിന്നെ ആരാവേണ്ടത്? ചേട്ടനാണ്. ചേട്ടനെ കൊന്നുകളഞ്ഞു. ഞാൻ കൊല്ലാൻ കണ്ടെത്തിയ കാരണമാണ് അദ്ദേഹം എന്താ അന്ന് ഉപനിഷത്തുക്കളെ പരിഭാഷപ്പെടുത്തിയിട്ട് ഇത് രണ്ടും ഒന്നാണ്, മജ്മഉൽ ബഹ്റൈൻ എന്ന് പറഞ്ഞു. അതായത് രണ്ട് സമുദ്രങ്ങളാണ്. ഭാരതീയ ദർശനം ഒരു സമുദ്രമാണെങ്കിൽ ഇസ്ലാമിക സംസ്കാരം സമാനമായ ഇസ്ലാമിക ദർശനം മറ്റൊരു സമുദ്രമാണ്. ഈ സമുദ്രങ്ങളുടെ സങ്കലനമാണ് അല്ലെങ്കിൽ സംഗമമാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ കൊന്നിരുന്നു. പക്ഷേ ജനങ്ങൾ വലിയ തോതിൽ വികാരാവേശം കൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചു. എത്ര മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ മലബാറിൽ, ഇപ്പോൾ ഞങ്ങളൊക്കെ മലബാറിലാണല്ലോ, മലബാറിൽ എത്ര പേര് അതിരൂക്ഷമായി ഇസ്ലാമിനെ ആക്ഷേപിച്ച് വന്നിട്ടുണ്ട്. വലിയ അക്രമങ്ങളൊന്നും അന്നുണ്ടായിട്ടില്ല, അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അടുത്ത കാലത്തെ ഒരു പ്രവണതയാണത്. ഇപ്പോൾ ഉണ്ടായ സംഭവമാണ്. പ്രവാചകനെ ഒരു ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യം പ്രവാചകനെ ആക്ഷേപിക്കുന്നതാണെന്ന് ഇവരങ്ങോട്ട് വരുത്തി തീർക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ സ്വപ്നത്തിൽ പോലും അദ്ദേഹം ഓർത്തിട്ടില്ല. ജോസഫ് സാറ് പ്രവാചകനെ ഉദ്ദേശിച്ചിട്ടില്ല. PT കുഞ്ഞി മുഹമ്മദിൻ്റെ പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ അനോട്ടേഷൻ, ഈ ഡിക്റ്റേഷൻ എന്താണ് പറയുന്നത്, നമ്മൾ ഈ ചിഹ്നങ്ങൾ കൊടുക്കാൻ പറയില്ലേ, ചിഹ്നങ്ങൾ കൊടുക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ മലയാളം പേപ്പറല്ലേ കൊടുക്കുമ്പോൾ അതിൽ PT കുഞ്ഞി മുഹമ്മദിൻ്റെ പുസ്തകത്തിൽ നിന്നൊരു ഡയലോഗ് എടുത്തപ്പോൾ അത് കുഞ്ഞി മുഹമ്മദ് എന്നുള്ളത് ചുരുക്കി മുഹമ്മദ് ആക്കിയതാണ്. അത് പ്രവാചകനെ കൈവെട്ടി. തീർച്ചയായിട്ടും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകമാണ്.
കേരളത്തിൻ്റെ സിലബസിൽ റെഫറൻസിന് വേണ്ടി കൊടുത്ത പുസ്തകമാണ് ഈ. കാരണം ഈ ഇതിനെക്കുറിച്ച് സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, എന്താ പറയുക, തിരക്കഥകളുടെ ഒരു പിറവിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് പി ടി കുഞ്ഞമ്മ എഴുതി. ഞാൻ പറയുന്നത് അതിൻ്റെയൊക്കെ പേരിൽ കലാപം ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ കൊല്ലുന്നൊരു സംസ്കാരം പണ്ടുണ്ടായിരുന്നു. കേരളത്തിൽ പോലും എന്തെല്ലാം വിമർശനങ്ങൾ. അടുത്ത കാലത്തെ വേറൊരു സംഭവം 10-30 കൊല്ലം മുമ്പ് നടന്ന ചേകനൂർ മൗലവി സംഭവം. അദ്ദേഹത്തിന്റെ ബോഡി ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നാണ്. ബോഡി കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കൊന്നു എന്നുള്ളതിന് തെളിവുണ്ട്. എവിടെയാണ് ബോഡി, എന്ത് ചെയ്തു എന്നുള്ളതിനൊന്നും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അതിലൊരു തരത്തിലും കണ്ടെത്തിയില്ല. കേരള ഗവൺമെൻറ്റുകൾ മാത്രമല്ല, CBIക്ക് വിട്ടിരുന്നു, കേന്ദ്ര ഗവൺമെൻറ്റും കണ്ടെത്തിയില്ല. ശരിക്കും നമ്മുടെ ഇടതുപക്ഷം, കേരളത്തിലെ ഒരു ഇടതുപക്ഷം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമീപനമുണ്ട്. കാരണം ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ വലിയ രീതിയിലുള്ള പരിവർത്തനങ്ങൾ നടത്താനും വിമർശിക്കാനും അവർ തയ്യാറാകുമ്പോഴും ഇസ്ലാമിലേക്ക് വരുമ്പം അത് വേണ്ട, അതിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മാറി നിൽക്കുന്ന ഒരു സമീപനമില്ലേ? അതെ, അത് ഇടതുപക്ഷത്തിന് പറ്റിയ അപകടകരമായ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ഞാൻ അതിനെ സംഘി ഫോബിയോ പറഞ്ഞ ഇടതുപക്ഷം വഞ്ചിക്കുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ്. അത് ഇടതുപക്ഷം സത്യത്തിൽ മുസ്ലിങ്ങളെ പോലുമല്ല, ഇടതുപക്ഷം നടത്തുന്ന ആത്മവഞ്ചനയാണ്. ഇടതുപക്ഷത്തിന് അറിയാം മതവിമർശനം, അവരുടെ യഥാർത്ഥത്തിൽ മതവിമർശനം ഇടതുപക്ഷത്തിൻ്റെ മാർസിയൻ അജണ്ടയാണ്, പ്രധാനപ്പെട്ട അജണ്ടയാണ്. മതവിമർശനം നടത്തിക്കൊണ്ടല്ലാതെ സാമൂഹ്യ വിപ്ലവം സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. മതവിമർശനം നടത്തുമ്പോൾ എല്ലാ മതങ്ങൾക്കും അത് ബാധകമാണ്, എല്ലാ മതങ്ങളെയും വിമർശിക്കുകയും വേണം. പക്ഷേ സംഘപരിവാർ അധികാരത്തിൽ വന്ന, സംഘപരിവാർ പോലും 1980 തൊട്ട് സ്വീകരിച്ചു. അതിനു മുമ്പ് ഗാന്ധിയൻ സോഷ്യലിസമാണല്ലോ ജനസംഘത്തിൻ്റെയൊക്കെ രാഷ്ട്രീയം. രാജഗോപാൽജി ഒന്നും ഈ ഹിന്ദുത്വം എന്ന് പ്രസംഗിച്ചിട്ടില്ല ചരിത്രത്തിൽ. ഈ 80കൾക്ക് ശേഷം വന്നൊരു മാറ്റമാണ്. ആ 80കൾക്ക് ശേഷം ഹിന്ദുത്വ രാഷ്ട്രീയം BJP ഉയർത്തിപ്പിടിക്കുക, അതിന് വലിയ വില കിട്ടുകയും അതിന് വലിയ അംഗീകാരം കിട്ടുകയും അവർ ഭരണകൂടമാകുകയും ചെയ്യുമ്പോൾ പിന്നെ ഇവർക്ക് ഇടതുപക്ഷം വിചാരിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദു മനസ്സുകളെ സെക്കുലറാക്കി നിർത്തുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ കൂടെ, അല്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പം ഈ സംഘഭീതി, ഹിന്ദുത്വ ഭീതി പരത്തിയിട്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എന്ന കേവലമായ അജണ്ട, അതാണ് അപകടപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ന്യൂനപക്ഷത്തിനെതിരെ എന്ത് പറഞ്ഞാലും അത് വലിയ ഇഷ്യൂ ആക്കി എടുക്കുക. അതേ കുറ്റം തന്നെ സംഘപരിവാറിനോ അല്ലെങ്കിൽ ഹിന്ദു മീൻസ് സംസ്കാരത്തെ എടുക്കുമ്പോൾ ഒരുപോലെ എടുക്കണമല്ലോ, വിശ്വാസത്തെ എടുക്കുമ്പോൾ ഒരുപോലെ എടുക്കണം, വികാരത്തെ എടുക്കുമ്പോൾ ഒരുപോലെ എടുക്കണം. അതിൻ്റെ ഒരു തുല്യത, സമദൂരം ഇടതുപക്ഷം പാലിക്കുന്നില്ല. ഇപ്പോൾ ഇതിലിപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ബാലേട്ടന് സംഭവിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പണ്ട് അദ്ദേഹത്തിന് നല്ല സഹൃദയനാണ്, കലാകാരനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. അദ്ദേഹം പണ്ട് സറ്റയറായി എഴുതിയ ഒരു സാധനം ഇപ്പോൾ എടുത്തിട്ടുമ്പോഴുള്ള 2 കുഴപ്പങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, കാലം മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ആരാണ് മാറിയത്? ഏറ്റവും കൂടുതൽ മാറിയത് അദ്ദേഹത്തിൻ്റെ തന്നെ മുന്നണിയും ആ മുന്നണിയെ നയിക്കുന്ന CPM-നെ പോലുള്ള പാർട്ടികളൊക്കെയാണ്. എന്താ മാറിയത്? മുസ്ലിങ്ങൾ, ന്യൂനപക്ഷങ്ങളെക്കെതിരെ എന്ത് വിമർശനവും ആവാം, മനസ്സിലായില്ലേ? അതേസമയത്ത് ഈ നിലപാടിൽ വന്ന മാറ്റം അദ്ദേഹം കാണുന്നുണ്ട്. അതുണ്ടാകുമ്പോൾ തന്നെ തീർച്ചയായിട്ടും കൗണ്ടർ ഉണ്ടാവും. ഹിന്ദു വർഗീയതയെ വിമർശിച്ചു കൊള്ളുക, അതേസമയത്ത് മുസ്ലിം വർഗീയതയെ വിമർശിക്കരുത് എന്നൊരു നിലപാട് സൂക്ഷിക്കുമ്പോൾ ആ ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA രാമനെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുമ്പോൾ വലിയ തോതിൽ അത് സംഘപരിവാർ ഉപയോഗിക്കും. കണ്ടില്ലേ ഇവരുടെ പ്രഖ്യാപിത നയം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ആരെങ്കിലും അല്ലല്ലോ, ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA തന്നെ ചെയ്തത് കണ്ടില്ലേ? അപ്പോൾ ഇവർക്ക് രാമൻ്റെ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ വിശ്വാസത്തെ ഹനിക്കാം. ഹിന്ദുത്വത്തിന് വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് കൊടുക്കുന്നതും ഈ സത്യസന്ധത ഇല്ലായ്മ. സത്യത്തിൽ അതാണ്, ആ നയമാണ് അപകടം. സത്യത്തിൽ വിശ്വാസത്തെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ തുല്യമായ രീതിയിൽ വിമർശിക്കണം. വിശ്വാസത്തെ വിമർശിച്ചുകൊണ്ടല്ലാതെ. വിശ്വാസങ്ങൾ എപ്പോൾ മനുഷ്യവിരുദ്ധമായി തീരുന്നുവോ, എപ്പോഴൊക്കെ ഒരു ദേശത്തിനോ ഒരു കാലത്തിനോ ഒരു സമൂഹത്തിനോ പ്രകൃതിക്കോ വിശ്വാസങ്ങൾ ദോഷം ചെയ്യുമ്പോഴൊക്കെ വിമർശിക്കേണ്ടി വരും. എല്ലാ വിശ്വാസങ്ങളെയും വിമർശിക്കേണ്ടി വരും. അതിന് പകരം ഏതെങ്കിലും ഇങ്ങനെ സെലക്റ്റീവായി വിശ്വാസത്തെ നേരിടുന്നത് ഇടതുപക്ഷ വിരുദ്ധമാണ്. അതുകൊണ്ട് ഇടതുപക്ഷം തന്നെ കാണിക്കുന്ന ഒരു ആത്മവഞ്ചനയുടെ ഒടുവിലത്തെ ഇരയായി തീർന്നാണ് ബാലേട്ടൻ എന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലാത്ത ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിന് ശ്രീരാമനെ വിമർശിക്കാം, പക്ഷേ അദ്ദേഹം വിമർശിച്ചിരുന്ന ഇടതുപക്ഷമല്ല ഇപ്പോൾ എന്ന് ഞെട്ടലോടെ അദ്ദേഹം അറിയുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും ആദ്യത്തെ പാഠം P. ബാലേന്ദ്രൻ എന്ന ആദരണീയനായ കേരളത്തിലെ പൊതുപ്രവർത്തകന് കിട്ടുന്നൊരു വലിയ പാഠമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് മാറിപ്പോയിരിക്കുന്നു, പഴയ മണ്ണല്ല. അപ്പോൾ മാഷ് പറഞ്ഞു വരുന്നത് സെമിറ്റിക് മതങ്ങൾ പൊതുവേ അവർക്കൊരു ഇൻടോളറൻസ് ഉണ്ട്
അല്ലേ? സെമിറ്റിക് മതങ്ങളുടെ ബേസിലുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഇല്ല എന്നാണ് ഞാൻ പറയുക. സെമിറ്റിക് മതങ്ങൾക്ക് അങ്ങനെ ആയിരുന്നില്ല. ക്രിസ്തു മതത്തിനെതിരായി എന്തുമാത്രം വിമർശനങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലം, വളരെ സമീപകാലം, ഞാൻ പറയും 20-ാം നൂറ്റാണ്ടിലാണ് ഈ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവൊക്കെ വന്ന ഓർമ്മയില്ലേ? അപ്പോഴാണ് ചില അസഹിഷ്ണുതകൾ, യേശുദേവനോളം വിമർശിക്കപ്പെട്ട ഒരാൾ ഭൂമിയിൽ ആരാൾ, ക്രിസ്ത്യാനികളോളം വിമർശിക്കപ്പെട്ട ആളുകൾ. സെമിറ്റിക് മതങ്ങൾക്ക് ബേസിക്കലി ടോളറൻ്റ് ആയിരുന്നു, അവർ ഇൻടോളറൻ്റ് ആയിരുന്നില്ല. അത് ഇടക്കാലത്ത് വന്നൊരുപാട് കാരണം, കുരിശ് യുദ്ധത്തിന് ശേഷമുള്ള ചില സംഭവവികാസങ്ങളുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ വന്ന ഈ പുതിയ കാലത്തെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ വന്ന ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു ആഗോള പ്രതിഭാസമുണ്ട്. ഇതൊക്കെ കൂടി കൊണ്ടുപോയിട്ട് മനുഷ്യനെ അടുക്കാൻ കൊള്ളാത്ത തരത്തിൽ സെമിറ്റിക് മതങ്ങൾ മാറിയിട്ടുണ്ട്, കടുത്ത അസഹിഷ്ണുക്കളായി മാറിയിട്ടുണ്ട്. അത് അതിൻ്റെ വക്താക്കളും അതിൻ്റെ വ്യാപാരികളുമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷം മാറുമ്പോഴാണ് ഇപ്പോൾ ഈ വരുന്ന സംഭവം. കേരളത്തിലെ ഇടതുപക്ഷം കുറച്ചും കൂടി സത്യസന്ധത കാണിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതുപക്ഷം മറ്റാരോടുമല്ല, രാജ്യത്തോടും സമൂഹത്തോടും ഒന്നുമല്ല. ഇടതുപക്ഷത്തോട് സത്യസന്ധരായാൽ മതി, എങ്കിൽ ഈ നാട് ഒരുപാട് ഭേദം മെച്ചപ്പെടും എന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.